എ പ്ലസ് ട്യൂഷൻ സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ അപവർത്തനമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അഥവാ പ്രകാശിക സാന്ദ്രത എന്ന് പറഞ്ഞാല്. എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാല്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് എ മീഡിയം ഈസ് ദ എബിലിറ്റി ഓഫ് ദ മീഡിയം ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ദ ലൈറ്റ് ത്രൂ ദ മീഡിയം. ഓക്കെ, അതായത് ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗതയെ സ്വാധീനിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പ്രകാശിക സാന്ദ്രത എന്ന് പറയുക. അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? കുറെ ബ്ലോക്ക് ആണത്, അതായത് കുറെ തടസ്സങ്ങൾ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ എന്ന് പറയുമ്പോൾ അവിടെ ഭയങ്കര തടസ്സങ്ങളായിരിക്കും. ഇനി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ? അധികം തടസ്സങ്ങളൊന്നും ഇല്ലായിരിക്കും. ഓക്കെ, അപ്പൊ നോക്കുക, ഒരു പ്രകാശരശ്മി ഇതിലൂടെ കടന്നു പോകുന്നു, അതേപോലെ ഇതിലൂടെയും കടന്നു പോകുന്നു. ഇവിടെ എവിടെയായിരിക്കും പ്രകാശത്തിന് കൂടുതൽ വേഗത ഉണ്ടാവുക? സ്പീഡ് ഓഫ് ദ ലൈറ്റ് എവിടെയായിരിക്കും കൂടുതൽ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ എന്ന് പറയുമ്പോൾ അവിടെ ഈ തടസ്സങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പൊ ഈ തടസ്സങ്ങൾ കൂടുതലാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് കുറയും? സ്പീഡ് കുറയും. അപ്പൊ ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ അവിടെ സ്പീഡ് ഓഫ് ദ ലൈറ്റ് എന്തായിരിക്കും? സ്പീഡ് കുറവായിരിക്കും. ഓക്കെ, പ്രകാശിക സാന്ദ്രത കൂടുതലാണെങ്കിൽ അവിടെ പ്രകാശത്തിന്റെ വേഗം എന്തായിരിക്കും? കുറവായിരിക്കും. ഇവിടെ നോക്കുക, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണ്, അതായത് പ്രകാശിക സാന്ദ്രത എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണ്. അപ്പൊ സ്പീഡ് എന്തായിരിക്കും? സ്പീഡ് കൂടുതലായിരിക്കും. ഓക്കെ, ഈ ഒരു കാര്യം കൃത്യമായി പഠിച്ചു വെക്കുക. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ പ്രകാശത്തിന്റെ വേഗം എന്തായിരിക്കും? പ്രകാശത്തിന്റെ വേഗം കുറവായിരിക്കും. ഇനി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണെങ്കിൽ അവിടെ പ്രകാശത്തിന്റെ വേഗം എന്തായിരിക്കും? പ്രകാശത്തിന്റെ വേഗം കൂടുതലായിരിക്കും. ഓക്കെ, ഇത് രണ്ടും എന്താണ്? വിപരീത അനുപാതത്തിലാണ്. വിപരീത അനുപാതം എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആൻഡ് സ്പീഡ് ഓഫ് ദ ലൈറ്റ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. ഒന്ന് കൂടുന്ന സമയത്ത് മറ്റേത് കുറയും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പം അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത കൂടുമ്പം അവിടെ ഭയങ്കര തടസ്സങ്ങളാണ്. അപ്പൊ അവിടെ സ്പീഡ് ഓഫ് ദ ലൈറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. സ്പീഡിന് അതിന്റെ ലൈറ്റിന് എന്താ പെട്ടെന്ന് പോകാൻ വേണ്ടി പറ്റൂല. അപ്പൊ അവിടെ വേഗത എന്തായിരിക്കും? കുറവായിരിക്കും. ഇനി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ? അങ്ങനെ തടസ്സങ്ങളൊന്നുമില്ല. അപ്പൊ ലൈറ്റിന് കൂടുതൽ സ്പീഡിൽ പോകാൻ വേണ്ടി പറ്റും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത കുറവാണെങ്കിൽ സ്പീഡ് ഓഫ് ദ ലൈറ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത കൂടുതലാണെങ്കിൽ സ്പീഡ് ഓഫ് ദ ലൈറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാല്? ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ദ ലൈറ്റ് ത്രൂ ദ മീഡിയം. അതിനെയാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുക. പ്രകാശിക സാന്ദ്രത എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമത്തിലൂടെ പ്രകാശത്തിന്റെ വേഗതയെ സ്വാധീനിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പ്രകാശിക സാന്ദ്രത എന്ന് പറയാ. ഈ ഒരു പോയിന്റ് ഓർത്തു വെക്കുക. ആസ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻക്രീസസ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് സ്പീഡ് ഓഫ് ദ ലൈറ്റ് ഡിക്രീസസ്. പ്രകാശിക സാന്ദ്രത കൂടുന്ന സമയത്ത് പ്രകാശത്തിന്റെ വേഗത എന്താകും? കുറയുന്നു. ആസ് ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിക്രീസസ്, സ്പീഡ് ഓഫ് ദ ലൈറ്റ് ഇൻക്രീസസ്. പ്രകാശിക സാന്ദ്രത കുറയുന്ന സമയത്ത് പ്രകാശത്തിന്റെ വേഗത എന്താകുന്നു? വേഗത കുറയുന്നു. ഓക്കെ, നോക്കുക, സ്പീഡ് ഓഫ് ദ ലൈറ്റ് ആൻഡ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രകാശിക സാന്ദ്രതയും പ്രകാശത്തിന്റെ വേഗത എന്ന് പറഞ്ഞാൽ എന്താണ്? വിപരീത അനുപാതം. വിപരീത അനുപാതം എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുമ്പോൾ എന്താകുന്നു? ഒന്ന് കുറയുന്നു. സ്പീഡ് ഓഫ് ദ ലൈറ്റ് കൂടുമ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയുന്നു. സ്പീഡ് ഓഫ് ദ ലൈറ്റ് കുറയുമ്പം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുന്നു. ഈ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്. എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്, 4 മീഡിയം, 4 മാധ്യമങ്ങളാണ് ഇവ. ഓക്കെ, അപ്പം ഇവരുടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഇത്. അതായത് എയർ എന്ന് പറഞ്ഞാൽ അവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണ്? ഏറ്റവും കുറവാണ്. ഓക്കെ, വായുവിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കുറവാണ്. അതിന് കഴിഞ്ഞ് കുറച്ച് കൂടുതലാണ് ആർക്ക്? ജലം അല്ലെങ്കിൽ വാട്ടറിന്. കുറച്ചുകൂടെ കൂടുതലാണ് ഗ്ലാസിന്. ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത് ആർക്കാണ്? ഡയമണ്ടിനാണ്, വജ്രത്തിനാണ്. ഓക്കെ, പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം എന്ന് പറയുന്നത് വജ്രമാണ്. പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമം എന്ന് പറഞ്ഞത് ഏതാണ്? വായുവാണ്. അപ്പൊ ഈ ഒരു ഓർഡർ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലെ ഇൻക്രീസിങ് ഓർഡർ ആണ് കേട്ടോ. എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്. ഏറ്റവും കൂടുതൽ വജ്രത്തിനായിരിക്കും. വായു, ജലം, ഗ്ലാസ്, വജ്രം. ഏറ്റവും കൂടുതൽ പ്രകാശിക സാന്ദ്രത ഏതിനായിരിക്കും? വജ്രത്തിനായിരിക്കും. ഏറ്റവും കുറവ് പ്രകാശിക സാന്ദ്രത ഏതിനായിരിക്കും? വായുവിനായിരിക്കും. അപ്പൊ ഈ ഒരു ഓർഡർ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഈ 4 മാധ്യമങ്ങളെ.
കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ, സ്പീഡ് ഓഫ് ദ ലൈറ്റ് ഏറ്റവും കൂടുതൽ ഏതിനായിരിക്കും? പ്രകാശത്തിന്റെ വേഗത ഇതിലേത് മാധ്യമത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ? ഇതിൽ ഏറ്റവും കൂടുതൽ പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെ ആയിരിക്കും? എയറിലാണോ, വാട്ടറിലാണോ, ഗ്ലാസ്സിലാണോ, ഡയമണ്ടിലാണോ? ഏതിലായിരിക്കും ഏറ്റവും കൂടുതൽ വേഗത ഉണ്ടാവുക? എയറിലായിരിക്കും, വായുവിലായിരിക്കും. എന്തുകൊണ്ട്? നമ്മൾ പറഞ്ഞു പ്രകാശിക സാന്ദ്രതയും ഈ പ്രകാശത്തിന്റെ വേഗത എന്ന് പറഞ്ഞത് എന്താണ്? വിപരീത അനുപാതത്തിലാണ്. ഒന്ന് കൂടുമ്പം മറ്റേത് കുറയുന്നു. നമുക്കറിയാം വായുവിന് എന്ത് കുറവാണ്? പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കുറവ് ആർക്കാണ്? വായുവിനാണ് എന്നറിയാം. അപ്പോ പ്രകാശത്തിന്റെ വേഗത ഏറ്റവും കൂടുതലും ആർക്ക് തന്നെയായിരിക്കും? വായുവിന് തന്നെയായിരിക്കും. ഓക്കെ, വജ്രത്തിന് ഏറ്റവും കൂടുതൽ എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ്. അപ്പൊ അവിടെ സ്പീഡ് ഓഫ് ദ ലൈറ്റ് എന്തായിരിക്കും? ഏറ്റവും കുറവായിരിക്കും. ഓക്കെ, ഈ ഒരു ഓർഡർ പഠിച്ചു വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് ഓഫ് ദ ലൈറ്റിന്റെ ഓർഡറും കൂടെ എങ്ങനെയാണെന്നുള്ളത് പറയാൻ വേണ്ടി പറ്റും. ഈ ഓർഡർ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്, വായു, ജലം, ഗ്ലാസ്, വജ്രം. ഇത് കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കുക കേട്ടോ. ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത്, പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതൽ ഉള്ളത് വജ്രത്തിനായിരിക്കും. പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവുള്ളത് ഏതിനായിരിക്കും? വായുവിനായിരിക്കും. അത് നിങ്ങൾ ആലോചിച്ചാൽ മതി. അതായത് കട്ടി കൂടുന്ന സമയത്ത് എന്ത് കൂടുന്നുണ്ട്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുന്നുണ്ട്. കൂടുതൽ കട്ടി എന്ന് പറയുമ്പോൾ അവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും. നോക്ക്, ഡയമണ്ട്, വജ്രത്തിനാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത് അല്ലെ? അപ്പൊ അവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണ്? ഏറ്റവും കൂടുതൽ. ഇനി വായു നോക്കിയ ഈ 4 ഏറ്റവും കുറവ് കട്ടിയുള്ളത് ആർക്കാണ്? വായുവിനാണ്. അപ്പൊ ഏറ്റവും കുറവ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ഏറ്റവും കുറവ് പ്രകാശിക സാന്ദ്രത ആർക്കാണ്? വായുവിനായിരിക്കും. അപ്പൊ കട്ടി കൂടുന്ന സമയത്ത് എന്ത് കൂടുന്നു? പ്രകാശിക സാന്ദ്രത കൂടുന്നു എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കുക, ഇത് ഓർക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം പഠിക്കാനുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതൊരു റേഷ്യോ ആണ് അല്ലെ? ഏതൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണ്? പ്രകാശത്തിന്റെ ശൂന്യതയിലുള്ള വേഗതയും അതുപോലെ തന്നെ പ്രകാശത്തിന്റെ മാധ്യമത്തിലൂടെയുള്ള വേഗതയും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് നമ്മൾ എന്തെന്ന് പറയാ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം എന്ന് പറയാം. അപ്പൊ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. n ഈസ് ഈക്വൽ ടു സി ബൈ വി. അപവർത്തനാങ്കം റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമ്മൾ n എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് കാണിക്കുക. അങ്ങനെയാണെങ്കിൽ n ഈസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ വി. എന്താണ് സി എന്ന് പറഞ്ഞാല്? സി എന്ന് പറഞ്ഞാല് പ്രകാശത്തിന്റെ ശൂന്യതയിലൂടെയുള്ള വേഗത. പ്രകാശം ശൂന്യതയിലൂടെ എത്ര വേഗതയിൽ സഞ്ചരിക്കുന്നു, അതാണ് എന്ത്? സി എന്ന് പറഞ്ഞാല്. അപ്പൊ സി നമുക്കറിയാം, സി ഈസ് ഈക്വൽ ടു 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അത് കോൺസ്റ്റന്റ് ആണ്, സ്ഥിരസംഖ്യയാണ് കേട്ടോ. സി ഈസ് ഈക്വൽ ടു 3 × 10⁸, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് സി എന്ന് പറഞ്ഞാല്. എന്താണ് സി? സി എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗത. ഓക്കെ, സ്പീഡ് ഓഫ് ദ ലൈറ്റ് ത്രൂ വാക്വം. വാക്വത്തിലൂടെ പ്രകാശത്തെ എത്ര വേഗതയിലാണ് സഞ്ചരിക്കുക, അതാണ് സി എന്ന് പറഞ്ഞാല്. ഇനി എന്താണ് വി എന്ന് പറഞ്ഞാല്? സ്പീഡ് ഓഫ് ദ ലൈറ്റ് ത്രൂ മീഡിയം. ഏത് മാധ്യമത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണോ ആ മാധ്യമത്തിലൂടെ പ്രകാശം എത്ര വേഗതയിൽ സഞ്ചരിക്കുന്നു, അതാണ് വി എന്ന് പറഞ്ഞാല്. സ്പീഡ് ഓഫ് ദ ലൈറ്റ് ത്രൂ മീഡിയം, മാധ്യമത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗതയാണ് നമ്മൾ വി എന്ന് പറഞ്ഞ് കാണിക്കാം. അപ്പൊ n ഈസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ വി എന്നുള്ള കാര്യം കൃത്യമായി പഠിച്ചു വെക്കാം. ഇനി ഡയറക്റ്റ് ആയിട്ട് n കണ്ടുപിടിക്കാൻ തന്നെ ചോദിക്കണമെന്നില്ല. ചിലപ്പോ എന്ത് ചോദിക്കാം? വി കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കാം. സി കോൺസ്റ്റന്റ് ആണ്, 3 × 10⁸. വി കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചാൽ ഇക്വേഷൻ നമ്മൾ എങ്ങനെ മാറ്റി എഴുതും? ഇതേ ഇക്വേഷനിൽ തന്നെ നമ്മൾ വിന്റെ ഇക്വേഷൻ ആക്കി എടുത്തെഴുതണം. എങ്ങനെ? വി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഈ ഒരു ട്രയാങ്കിൾ ഓർത്ത് വെക്കാം. n ഈസ് ഈക്വൽ ടു എന്താണ്? ഓക്കെ, n ഈസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ വി. n ഈസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ എന്ന ഇക്വേഷൻ നമുക്കറിയാം. ഇനി നോക്കാം, വി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? സി ഡിവൈഡഡ് ബൈ n ആയിരിക്കും. ഓക്കെ, വി ഈസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ n ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സി ഈക്വൽ ടു കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? സി ഈസ് ഈക്വൽ ടു n × വി. ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ പഠിച്ചു വെക്കുവാണെങ്കിൽ ഈ 3 ഇക്വേഷൻ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് എടുത്തെഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, n ഈസ് ഈക്വൽ ടു സി ബൈ വി. അപവർത്തനാങ്കം എന്ന് പറഞ്ഞാല് എന്താണ്? ഒരു റേഷ്യോ ആണ്. ഏതൊക്കെ തമ്മിലുള്ള? സ്പീഡ് ഓഫ് ദ ലൈറ്റ് ത്രൂ വാക്വം, അതായത് ശൂന്യതയിലൂടെയുള്ള ഈ ഒരു പ്രകാശത്തിന്റെ വേഗതയും അതുപോലെ തന്നെ മാധ്യമത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗവും തമ്മിലുള്ള ഒരു അനുപാത സംഖ്യയാണ് എന്തെന്ന് പറയാ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം എന്ന് പറയാ. അത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാല് n ഈസ് ഈക്വൽ ടു സി ബൈ വി. സി എന്ന് പറഞ്ഞാല് കോൺസ്റ്റന്റ് ആണ്,
പ്രകാശത്തിന്റെ ശൂന്യതയിലൂടെയുള്ള വേഗത അത് എത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇനി ബി കണ്ടുപിടിക്കാനാണ് ചോദിച്ചതെങ്കിൽ ഇക്വേഷൻ എന്താകും? ബി ഈസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ എൻ എന്ന് മാറ്റി എഴുതണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The refractive index of diamond is 2.4. Calculate the speed of the light in diamond. വജ്രത്തിന്റെ അപവർത്തനാങ്കം 2.4 ആണെന്ന് തന്നിട്ടുണ്ട്. വജ്രത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ n ഈസ് ഈക്വൽ ടു സി ബൈ വി എന്നാണ് നമുക്കറിയുന്ന ഇക്വേഷൻ. ഇതിൽ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? n നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുണ്ട്? n ഈസ് ഈക്വൽ ടു 2.4 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, n ഈസ് ഈക്വൽ ടു 2.4 ആണ് തന്നിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ദ ലൈറ്റ് ഇൻ ഡയമണ്ട്. ഡയമണ്ടിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡിനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? v ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. v ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഇക്വേഷൻ v ഈസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ n എന്ന് നമുക്കറിയാം. c എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. c ഈസ് ഈക്വൽ ടു 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അത് കോൺസ്റ്റന്റ് ആണ്. n നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 2.4 എന്ന് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? v ആണ്. v എങ്ങനെ കണ്ടുപിടിക്കാം? v ഈസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ n. c എത്രയാണ്? 3 × 10⁸ ഡിവൈഡഡ് ബൈ 2.4. ഇതെങ്ങനെ ചെയ്യും? ഈ 10⁸ ഇപ്പൊ നിങ്ങൾ അവിടെ തന്നെ വെക്കുക. 3 ഡിവൈഡഡ് ബൈ 2.4 നമുക്ക് ചെയ്യാം. ഓക്കെ, 3 ഡിവൈഡഡ് ബൈ 2.4 എങ്ങനെ ചെയ്യും? 3 ഡിവൈഡഡ് ബൈ 2.4 ഈ ഡെസിമൽ ഉണ്ടല്ലോ, അത് കളയാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാം? മുകളിൽ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, താഴെയും 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ എത്ര കിട്ടും? 30 ഡിവൈഡഡ് ബൈ 24 എന്ന് കിട്ടും. 30 ഡിവൈഡ് ബൈ 24 നിങ്ങൾ ചെയ്തു നോക്കാം. ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 1.25 കിട്ടും. ഓക്കെ, 30 ഡിവൈഡ് ബൈ 24 ചെയ്താൽ 1.25 കിട്ടും. കഴിഞ്ഞോ? ഇല്ല, നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇൻറ്റു 10⁸ ഉണ്ട് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? അതും കൂടി ഇട്ട് കൊടുക്കുക. 1.25 ഇൻറ്റു 10⁸ ആയിരിക്കും ആൻസർ എന്ന് പറഞ്ഞാല് മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡ് അല്ലേ? സ്പീഡിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ 1.25 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത് നോക്കുക, റിഫ്രാക്ഷൻ അല്ലെ? റിഫ്രാക്ഷൻ ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എന്താ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല്? അതിനു മുന്നേ ഒരു പ്രകാശം ഒരു മാധ്യമത്തിലൂടെ മാത്രമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാകുന്നില്ല? വ്യത്യാസം ഉണ്ടാകുന്നില്ല. അപ്പൊ നോക്ക്, ഇങ്ങനെ ഒരു ലൈറ്റ് റേ പോകുന്നുണ്ട്. ഇനി ഇതേ മാധ്യമത്തിലൂടെ കൂടെയാണ് ഈ പ്രകാശം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇവിടെ എന്തുണ്ടാകുന്നില്ല? വ്യതിയാനം ഉണ്ടാകുന്നില്ല. ഇതിങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴാണ് ഈ ഡീവിയേഷൻ ഉണ്ടാവുക? അതാണ് നമുക്ക് റിഫ്രാക്ഷനിൽ പഠിക്കാനുള്ളത്. നോക്കുക, when light ray travel obliquely from one medium to another of different optical density, it undergo a deviation at the surface of the separation of the medium. Okay, പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു പ്രവേശിക്കുകയാണെങ്കിൽ അവയുടെ വിഭജന തലത്തിൽ വെച്ച് ഈ ഒരു പ്രകാശത്തിന്റെ പാതയ്ക്ക് എന്ത് സംഭവിക്കുന്നു? വ്യതിയാനം സംഭവിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? അപവർത്തനം എന്ന് പറയാ. അപ്പൊ നോക്കുക, എപ്പോഴൊക്കെയാണ് ഈ അപവർത്തനം സംഭവിക്കുക? കുറച്ച് കണ്ടീഷൻ ഉണ്ട്. ഒന്നെന്താ? ഒരു മാധ്യമത്തിൽ നിന്നും വേറൊരു മാധ്യമത്തിലേക്ക് വരണം അല്ലെ? ഒരേ മാധ്യമത്തിൽ തന്നെ ഇവിടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാകൂല? അപവർത്തനം ഉണ്ടാവൂല. ഒരേ മീഡിയത്തിലൂടെയാണ് ലൈറ്റ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാകുന്നില്ല? റിഫ്രാക്ഷൻ ഉണ്ടാകുന്നില്ല. അപ്പൊ എന്ത് വേണം? രണ്ട് മീഡിയം വേണം. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യണം. ഇനി ഈ മീഡിയത്തിന്റെ രണ്ടിന്റെയും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്തായിരിക്കണം? വ്യത്യാസമായിരിക്കണം. ഈ രണ്ട് മാധ്യമങ്ങളുടെയും പ്രകാശിക സാന്ദ്രതയിൽ എന്തുണ്ടാകണം? വ്യത്യാസം ഉണ്ടാകണം. അപ്പൊ എങ്ങനെ പറയാം? പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാല് പ്രകാശരശ്മി നേരെ സ്ട്രെയിറ്റിൽ ഇങ്ങനെ വന്നാൽ മതിയാ? പോരാ. എങ്ങനെ വരണം? ചെരിഞ്ഞു വരണം. നോക്കുക, ചെരിഞ്ഞിങ്ങനെ വരണം. അതാണ് ഒബ്ലിക്വിലി. ചെരിഞ്ഞു പ്രവേശിച്ചാൽ മാത്രമേ അവിടെ എന്തുണ്ടാകുന്നുള്ളൂ? അപവർത്തനം ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ നോക്കുക ഡെഫിനിഷൻ, പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി എങ്ങനെ പ്രവേശിക്കുമ്പോൾ? ചെരിഞ്ഞു പ്രവേശിക്കുമ്പോൾ. എവിടെ വെച്ച്? ഈ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച്. ഇതാണ് ഒന്നാമത്തെ മാധ്യമം, ഇതാണ് രണ്ടാമത്തെ മാധ്യമം എന്ന് വിചാരിക്കും. ഇതാണ് ഒന്നാമത്തെ മാധ്യമം, ഇതാണ് രണ്ടാമത്തെ മാധ്യമം എന്ന് വിചാരിക്കാം.
അപ്പൊ നോക്ക് ഇങ്ങനെ ചെരിഞ്ഞ് പ്രവേശിക്കുന്ന സമയത്ത് ഇതാണ് ഇതിന്റെ വിഭജന തലം, സർഫസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞത് ഈ സർഫസ് ആണ്. ഇവിടെ വെച്ചിട്ട് പ്രകാശത്തിന്റെ പാതയ്ക്ക് എന്ത് സംഭവിക്കുന്നു? വ്യതിയാനം സംഭവിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? അപവർത്തനം എന്ന് പറയാം. ഓക്കെ, പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചെരിഞ്ഞു പ്രവേശിക്കുമ്പോൾ ഈ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിന്റെ പാതയ്ക്ക് എന്ത് സംഭവിക്കുന്നു? വ്യതിയാനം സംഭവിക്കുന്നു. ഇതിനെയാണ് അപവർത്തനം എന്ന് പറയാ. ക്ലിയർ അല്ലേ? When a light ray travels obliquely from one medium to another medium of different optical density, it undergo refraction or it undergo deviation at the surface of the separation of the medium. ഓക്കെ, ഇവരുടെ വിഭജന തലത്തിൽ വെച്ച് സർഫസ് ഓഫ് സെപ്പറേഷൻ എവിടെയാണോ അവിടെ വെച്ചിട്ട് ഇത് എന്ത് സംഭവിക്കുന്നു? ഡീവിയേഷൻ സംഭവിക്കുന്നു. ഓക്കെ അല്ലേ? അതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം എന്ന് പറയാം. ഓക്കെ, ഇതാണ് റിഫ്രാക്ഷൻ കാണിച്ചിരിക്കുന്ന ഒരു ചിത്രം. നോക്കിയേ, ഒരു ലൈറ്റ് റേ നോക്കാം. നമുക്ക് ഇതിന് എ ബി എന്ന് പേര് കൊടുക്കാം. എ ബി എന്ന് പറയുന്ന ഒരു ലൈറ്റ് റേ ഒരു മീഡിയത്തിൽ നിന്നും, ഇത് പി എന്ന് പറയുന്ന ഒരു മീഡിയം, ഇത് ക്യൂ എന്ന് പറയുന്ന ഒരു മീഡിയം. അപ്പൊ പി എന്ന് പറയുന്ന ഒരു മീഡിയത്തിൽ നിന്നും, പി എന്ന് പറയുന്ന ഒരു മാധ്യമത്തിൽ നിന്നും ക്യൂ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിലേക്ക് എ ബി എന്ന് പറയുന്ന ഒരു ലൈറ്റ് റേ വരുന്നുണ്ട്. ഓക്കെ, എ ബി എന്ന് പറയുന്ന ഒരു ലൈറ്റ് റേ വരുന്നുണ്ട്. ഇതാണ് സർഫസ് ഓഫ് സെപ്പറേഷൻ. നോക്ക്, ഈ സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ചിട്ട് ഇതിന്റെ പാത്തിന് എന്ത് സംഭവിച്ചു? ഡീവിയേഷൻ സംഭവിച്ചു, പാതയ്ക്ക് വ്യതിയാനം സംഭവിച്ചു. ഇത് നമുക്ക് സി എന്ന് കൊടുക്കാം. അപ്പൊ ബി സി എന്ന് പറയുന്നതാണ് എന്ത്? വ്യതിയാനം സംഭവിച്ചിട്ട് പോകുന്ന ലൈറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ, അപവർത്തന രശ്മി. അപ്പൊ നോക്ക്, ഈ പതിക്കുന്ന രശ്മീനെ പി എന്ന് പറയുന്ന മാധ്യമത്തിൽ നിന്നും ക്യൂ എന്ന് പറയുന്ന മാധ്യമത്തിലേക്കാണ് എന്ത് വരുന്നത്? പ്രകാശരശ്മി വരുന്നത് അല്ലെ? അപ്പൊ എ ബി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പതനരശ്മി എന്ന് പറയും. ഓക്കെ, പതനരശ്മി അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ. എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസിഡന്റ് റേ അല്ലെങ്കിൽ പതനരശ്മി. ഓക്കെ അല്ലേ? എ ബി എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് റേ അല്ലെങ്കിൽ പതനരശ്മി. അപ്പൊ ഇവിടെ റിഫ്രാക്റ്റഡ് റേ, അപവർത്തന രശ്മി എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? അപവർത്തനത്തിന് ശേഷം പോകുന്നതാണ് ബി സി. ബി സി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? റിഫ്രാക്റ്റഡ് റേ ആയിരിക്കും. ഓക്കെ, റിഫ്രാക്റ്റഡ് റേ ആണ് നമ്മുടെ ബി സി. ഓക്കെ, റിഫ്രാക്റ്റഡ് റേ എന്ന് പറഞ്ഞാൽ ബി സി. അപ്പൊ ഇവിടെ ഇൻസിഡന്റ് റേ ഏതാണ്? എ ബി ആണ്. ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്രാക്റ്റഡ് റേ ആണ് നമ്മുടെ ബി സി എന്ന് പറഞ്ഞാല്. ഓക്കെ, റിഫ്രാക്റ്റഡ് റേ. ഇനി ഒരു നോർമൽ ഉണ്ട്. നോക്ക്, ഇത് നമ്മൾ നോർമൽ വരച്ചിരിക്കുന്നത്, ഒരു ലംബം വരച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ഡീവിയേഷൻ എത്രമാത്രം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? നോർമൽ വരയ്ക്കുന്നത്. ഇപ്പം ഈ ഒരു ലൈറ്റ് റേ നേരെ പോവാണെങ്കിൽ എങ്ങനെ പോയനേതാ? ഡീവിയേഷൻ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോയേനെ അല്ലെ? പക്ഷെ ഇവിടെ എന്ത് മാറി? മാധ്യമം മാറി. ഈ രണ്ട് മാധ്യമങ്ങളുടെ എന്താണ്? പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുണ്ട്. ചെരിഞ്ഞാണ് പ്രവേശിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ എന്ത് നടക്കും? അപവർത്തനം നടക്കും. അപ്പൊ അപവർത്തനം ഇല്ലെങ്കിൽ നേരെ പോയേനെ. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? അപവർത്തനം സംഭവിച്ചു. അതുകൊണ്ട് ആ പ്രകാശത്തിന് എന്ത് സംഭവിച്ചു? അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിച്ചു, ഡീവിയേഷൻ സംഭവിച്ചു. ഇനി നോക്കാം, ഈ ഒരു നോർമലും അതേപോലെ തന്നെ ഈ ഒരു ഇൻസിഡന്റ് റേന്റെയും തമ്മിലുള്ള ആംഗിൾ ആണ് ഈ ഒരു ആംഗിൾ അല്ലെ? ഈ ഒരു കോണിനെയാണ്, ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയാം. ഓക്കെ, പതനകോൺ. ഇപ്പൊ എന്താണ് പതനകോൺ എന്ന് പറഞ്ഞാല്? ലംബവും അതുപോലെ തന്നെ പതനരശ്മിക്കും ഇടയിൽ ഉണ്ടാക്കുന്ന ആ കോണിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പതനകോൺ എന്ന് പറയാം. അതേപോലെ തന്നെ ഈ ലംബവും അപവർത്തന രശ്മിക്കും ഇടയിൽ ഉണ്ടാകുന്ന കോണിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തന കോൺ എന്ന് പറയാം. അപ്പൊ പതന കോൺ എന്ന് പറയുമ്പോൾ ഇതാണ്, ഇതല്ല കേട്ടോ, മാറിപ്പോയത്. ഇതല്ല പതന കോൺ എന്ന് പറഞ്ഞാല്. പതന കോൺ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ ലംബവും അതുപോലെ തന്നെ ഇൻസിഡന്റ് റേയും പതനരശ്മിക്കും ഇടയിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പതന കോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയാ. അതുപോലെ തന്നെ നോക്കുക, ഈ ഒരു ലംബവും അപവർത്തന രശ്മിക്കും ഇടയിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തന കോൺ എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് നോക്കുക, എയർ എന്ന് പറയുന്നത് ഒന്നാമത്തെ മാധ്യമം, ഗ്ലാസ് എന്ന് പറയുന്നത് എന്താ? രണ്ടാമത്തെ മാധ്യമം. അപ്പൊ രണ്ട് മാധ്യമം, ഒരു മാധ്യമത്തിൽ നിന്നും വേറൊരു മാധ്യമത്തിലേക്ക് എന്ത് വരുന്നുണ്ട്? പ്രകാശരശ്മി വരുന്നുണ്ട്. പക്ഷെ ഇവിടെ അപവർത്തനം സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അപവർത്തനം സംഭവിക്കണമെങ്കിൽ പ്രകാശരശ്മി എങ്ങനെ വരണം? ചെരിഞ്ഞ് പ്രവേശിക്കണം അല്ലെ? ഇവിടെ ചെരിഞ്ഞിട്ടാണോ? അല്ല, നേരെയല്ലേ? അപ്പൊ ഇവിടെ എന്തുണ്ടാകുന്നില്ല? അപവർത്തനം ഉണ്ടാകുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവൂല? അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ നടക്കൂല. എപ്പോഴും എങ്ങനെയായിരിക്കണം? പ്രകാശരശ്മി ചെരിഞ്ഞ് പ്രവേശിക്കണം എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോയിന്റ് ആണ്, 3 പോയിന്റ് ലോസ് ഓഫ് റിഫ്രാക്ഷനിൽ വരുന്നത്.
A ray of light incident normally on the surface of separation of medium does not undergo refraction. അതാണ് ഈ ഒരു കാര്യം. ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് എന്ത് സംഭവിക്കൂല? അപവർത്തനം സംഭവിക്കൂല, വ്യതിയാനം സംഭവിക്കില്ല. നോർമലി ആണ് ഒരു ലൈറ്റ് റേ വരുന്നതെങ്കിൽ അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കൂല. ഒന്നാമത്തെ പോയിന്റ് ആണ്, കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കുക. When light rays enters from an optically rarer medium to denser medium, it deviates towards the normal. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോടടുക്കുന്നു. ഒന്നുമില്ല, ഇത് നോക്കാം. ഇത് എയർ എന്ന് പറയുന്നത് ഒന്നാമത്തെ മീഡിയം. ഓക്കെ, ഇത് ഒന്നാമത്തെ മീഡിയം. ഗ്ലാസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മീഡിയം. എയറിനാണോ ഗ്ലാസിനാണോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ? നമ്മൾ പഠിച്ചു കട്ടി കൂടുതലാകുമ്പോൾ അവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പൊ ഗ്ലാസിനാണ് എന്ത് കട്ടി കൂടുതൽ അല്ലെ? അപ്പൊ ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആർക്ക് കൂടുതലാണ്? പ്രകാശിക സാന്ദ്രത ആർക്ക് കൂടുതലാണ്? ഗ്ലാസിന് കൂടുതലാണ്. ഇനി എയറിനൊപ്പം പ്രകാശിക സാന്ദ്രത എന്തായിരിക്കും? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എയറിന് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ ഇവിടെ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നുമാണ് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി വരുന്നത് അല്ലെ? കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക്. കൂടിയ മാധ്യമത്തിന്, അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മാധ്യമത്തിന് നമ്മൾ എന്തെന്ന് പറയും? ഡെൻസർ മീഡിയം എന്ന് വിളിക്കും കേട്ടോ. ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം. ഇതപ്പോ എന്താണ്? ഒപ്റ്റിക്കലി റേറർ മീഡിയം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മാധ്യമത്തിന് എന്ത് വിളിക്കും? ഒപ്റ്റിക്കലി റേറർ മീഡിയം എന്നും വിളിക്കും. അപ്പൊ ഒരു ഒപ്റ്റിക്കലി റേറർ മീഡിയത്തിൽ നിന്നും ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് റേ വരുന്നതെങ്കിൽ, ഓക്കെ, ലൈറ്റ് റേ വരുന്നതെങ്കിൽ നോക്കുക, ലൈറ്റ് റേ ഇങ്ങനെ വരുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ വെച്ച് അതിന് എന്ത് സംഭവിക്കും? ഡീവിയേഷൻ സംഭവിക്കും. ഡീവിയേഷൻ സംഭവിച്ചിട്ടില്ലെങ്കിൽ അത് എങ്ങനെയായിരുന്നു പോകേണ്ടിയിരുന്നത്? ദാ ഇങ്ങനെയായിരുന്നു പോകേണ്ടിയിരുന്നത്. പക്ഷെ അതിന് ഡീവിയേഷൻ സംഭവിച്ചു. ആ ഡീവിയേഷൻ എങ്ങോട്ടേക്കായിരിക്കും? ടുവാർഡ്സ് ദ നോർമൽ ആയിരിക്കും. ഇതല്ലേ നമ്മുടെ നോർമൽ എന്ന് പറഞ്ഞാല്? അപ്പൊ ഈ ടുവാർഡ്സ് ദ നോർമൽ ആയിരിക്കും ഈ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് നോർമൽ ഇവിടെയാണ്, അപ്പൊ ഡീവിയേഷൻ ഇവിടെ നിന്ന് ഈ സൈഡിലോട്ടേക്കായിരിക്കും. ലംബം എവിടെയാണോ ലംബത്തോട് അടുത്തു പോകുന്നു. ഓക്കെ, പ്രകാശിക സാന്ദ്രത കുറഞ്ഞ ഒരു മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്കാണ് പ്രകാശരശ്മി കടന്നു വരുന്നതെങ്കിൽ ആ പ്രകാശരശ്മി അപവർത്തനത്തിന് ശേഷം എന്ത് സംഭവിക്കും? ലംബത്തോട് അടുത്തു പോകുന്നു, ലംബത്തോട് അടുക്കുന്നു. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കാം. when a light ray enters from optically rarer medium to optically denser medium, it deviates towards the normal. ലംബത്തിന്റെ അടുത്തേക്കാണ് പോകുക. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്കാണ് പ്രവേശിക്കുന്നതെങ്കിൽ അപവർത്തന രശ്മി ലംബത്തോട് അടുത്തു പോകുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ നിയമം നോക്കുക. മൂന്നാമത്തെ നിയമം നോക്കുക. when light enters from an optically denser medium to rarer medium, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. ഇവിടെ നോക്കുക, ഗ്ലാസിൽ നിന്നും എയറിലേക്ക്. അപ്പൊ ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അവിടെ എന്താണ്? പ്രകാശിക സാന്ദ്രത കൂടുതലാണ്. എയർ എന്ന് പറയുമ്പോൾ അവിടെ പ്രകാശിക സാന്ദ്രത എന്താണ്? കുറവാണ്. അപ്പൊ ഗ്ലാസിൽ നിന്നും എയറിലേക്കാണ് ഈ പ്രകാശരശ്മി വരുന്നതെങ്കിൽ നോക്കുക, അപവർത്തനം സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ നേരെ പോയേനെ. പക്ഷെ ഇവിടെ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? പ്രകാശിക സാന്ദ്രത വ്യത്യാസമാണ്, ചെരിഞ്ഞാണ് പ്രവേശിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? അപവർത്തനം സംഭവിക്കും. ഈ അപവർത്തന രശ്മി എങ്ങോട്ടേക്ക് പോകും? ലംബത്തിൽ നിന്ന് അകന്നു പോകുന്നു. നോക്ക്, ഇവിടെയാണ് നമ്മുടെ നോർമൽ ഉള്ളത്, ലംബം ഉള്ളത്. അതിൽ നിന്നും അകന്നുതാ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ആദ്യം എന്തായിരുന്നു? ഒപ്റ്റിക്കലി റേറർ മീഡിയം ടു ഡെൻസർ മീഡിയം ആണെങ്കിൽ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്കായിരുന്നെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ലംബത്തിനോട് അടുത്തു പോകുന്നു. അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നു, ടുവാർഡ്സ് ദ നോർമൽ ആയിരിക്കും. പക്ഷെ ഇവിടെ നോക്കുക, ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു റേറർ മീഡിയം. ലൈറ്റ് ട്രാവൽസ് ഫ്രം ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു റേറർ മീഡിയം. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നുമാണ് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകന്നു പോകുന്നു. ഓക്കെ, റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ്സ് എവേ ഫ്രം ദ നോർമൽ. നോർമലിൽ നിന്നും അകന്നു പോകും. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഒന്നാമത്തെ എന്താണ്? ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് ഒരു വ്യതിയാനവും സംഭവിക്കൂല. A ray of light incident normally on the surface of separation of the medium does not undergo any deviation or does not undergo refraction. അതിനെന്ത് സംഭവിക്കുന്നില്ല? അപവർത്തനം സംഭവിക്കുന്നില്ല. പക്ഷേ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് പ്രകാശരശ്മി പ്രവേശിക്കുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു? ലംബത്തിൽ നിന്ന് അകന്നു പോകുന്നു. കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് വരുമ്പോൾ അകന്നകന്നു പോകുന്നു.
ഇനി പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്കായിരുന്നെങ്കിൽ അവിടെ ലംബത്തോട് അടുത്ത് വരുന്നു. ഓക്കെ, ഒപ്റ്റിക്കലി റേറർ മീഡിയം ടു ഡെൻസർ മീഡിയം ആണെങ്കിൽ ടുവാർഡ്സ് ദ നോർമൽ, ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു റേറർ മീഡിയം ആണെങ്കിൽ എവേ ഫ്രം ദ നോർമൽ. ഈ കാര്യം കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ഇത് നോക്കാം. ഗ്ലാസ്സിലൂടെ ഒരു ഗ്ലാസ് സ്ലാബ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിലൂടെയുള്ള അപവർത്തനം നമ്മൾ കാണിക്കണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എങ്ങനെ കാണിക്കും? ഇത് എയർ, ഇത് ഗ്ലാസ്. അപ്പൊ എയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്തായിരിക്കും? പ്രകാശിക സാന്ദ്രത കുറവാണ്. ഗ്ലാസ്സിൽ എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, പ്രകാശിക സാന്ദ്രത കൂടുതലാണ്. ഓക്കെ, വായു എന്ന് പറയുമ്പോൾ പ്രകാശിക സാന്ദ്രത കുറവാണ്, ഗ്ലാസ് എന്ന് പറയുമ്പോൾ പ്രകാശിക സാന്ദ്രത കൂടുതലാണ്. അപ്പൊ ആദ്യം നോക്കുക, ഇവിടെ നിന്ന് ഒരു ലൈറ്റ് റേ വരുന്നു. ഓക്കെ, ഇവിടെ നിന്ന് ഒരു ലൈറ്റ് റേ വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇവിടുന്ന് ലൈറ്റ് റേ വരുന്നു. അപ്പൊ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ചിത്രം വരക്കാൻ വേണ്ടി പറഞ്ഞു. ആദ്യം എന്ത് ചെയ്യാ? നോർമൽ വരക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ നോർമൽ. ആ ഒരു പോയിന്റ് നിന്ന് നോർമൽ വരക്കാം. എന്ന് നോക്കുക, ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിൽ നിന്നാണ്, ഒപ്റ്റിക്കലി റേറർ മീഡിയത്തിൽ നിന്നും ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിലാണ് ഇവിടെ ലൈറ്റ് റേ വരുന്നത് അല്ലെ. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്കാണ് വരിക. അപ്പൊ നമുക്കറിയാം പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്കാണ് പ്രകാശരശ്മി കടന്നു വരുന്നതെങ്കിൽ അപവർത്തനത്തിന് ശേഷം എങ്ങനെയാണ് ആ പ്രകാശരശ്മി കടന്നു പോവുക? ലംബത്തോട് അടുത്ത് പോവുക, അത് ലംബത്തിൽ നിന്ന് അകന്നു പോവുക? ഡീവിയേറ്റ് ടുവാർഡ്സ് ദ നോർമൽ ആണോ, ഡീവിയേറ്റ് എവേ ഫ്രം ദ നോർമൽ ആണോ? ഒപ്റ്റിക്കലി റേറർ മീഡിയം ടു ഡെൻസർ മീഡിയം. അപ്പൊ അതെന്തായിരിക്കും? ഡീവിയേറ്റ് ടുവാർഡ്സ് ദ നോർമൽ ആണ് അല്ലെ. അപ്പം ആദ്യം എന്ത് ചെയ്യാ? ഇതിന് ഡീവിയേഷൻ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെ? ഇതാ ഇങ്ങനെ വന്നേനെ. ഓക്കെ, ഡീവിയേഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇതിങ്ങനെ നേരെ പോയേനെ. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. ഒപ്റ്റിക്കലി റേറർ മീഡിയം ടു ഡെൻസർ മീഡിയം ആണ്. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്കാണ്. അപ്പൊ ആ ഡീവിയേഷൻ എങ്ങോട്ടേക്കായിരിക്കും? ടുവാർഡ്സ് ദ നോർമൽ ആയിരിക്കും. ഇങ്ങനെയായിരുന്നു പോകേണ്ടിയിരുന്നത്, പക്ഷെ ഇത് എങ്ങനെയായിരിക്കും? ടുവാർഡ്സ് ദ നോർമൽ, അതായത് ലംബത്തോട് ദാ അടുത്ത് ഇങ്ങനെ പോകുന്നു. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ. ഓക്കെ, ഇനിയിപ്പോ നോക്കുക, ഇവിടെ ഗ്ലാസ് ആണ്, ഇവിടെ എന്താണ്? എയർ ആണ് അല്ലെ. ഗ്ലാസ് നിന്ന് പുറത്തു വരലായി, ഗ്ലാസ് നിന്ന് ഇപ്പൊ എയറിലേക്കാണ് പോകുന്നത്. അപ്പൊ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മാധ്യമമാണ്, എയർ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മാധ്യമമാണ്. അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് വരുന്നതെങ്കിൽ, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പൊ വീണ്ടും നമ്മൾ ഇവിടെ എന്ത് വരയ്ക്കുക? നോർമൽ വരച്ച് കാണിക്കാം. ഓക്കെ, നോർമൽ വരക്കാം. ഇനി അപവർത്തനം സംഭവിക്കുന്നില്ലെങ്കിൽ ഇത് എങ്ങനെ പോകും? ഇതാ ഡീവിയേഷൻ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോകും. ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അപവർത്തനം സംഭവിക്കുന്നുണ്ട്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് വരുന്നത്. ഗ്ലാസ്സിൽ നിന്നും പുറത്ത് കടക്കലായി. ഗ്ലാസ് എന്ന് പറയുമ്പോൾ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമം, എയർ എന്ന് പറയുമ്പോൾ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമം. അപ്പൊ കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് വരുന്നത്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? ലംബത്തിൽ നിന്നും അകന്നു പോകുന്നു. ഇങ്ങനെയായിരുന്നു പോകേണ്ടിയിരുന്നത്. ഇവിടെയാണ് നമ്മുടെ നോർമൽ ഉള്ളത്. ഇങ്ങനെയായിരുന്നു പോകേണ്ടിയിരുന്നത്. പക്ഷെ ഇത് എന്ത് ചെയ്യും? ലംബത്തിൽ നിന്നും അകന്നു പോകുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരിക്കും എന്തുണ്ടാവുക? ഒരു ഗ്ലാസ് സ്ലാബിലെ അപവർത്തനം എന്ന് പറഞ്ഞാല്, ഒരു ഗ്ലാസ്സിലൂടെ കടന്നു പോകുമ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കുക ഇങ്ങനെയായിരിക്കും. ഇത് കറക്റ്റ് ആയിട്ട് വരക്കാൻ പഠിച്ചു വെക്കുക കേട്ടോ. അതായത് ഈ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റേറർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും, അതുപോലെ തന്നെ റേറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു കറക്റ്റ് ആയിട്ട് അറിഞ്ഞു വെച്ചാൽ ഈ ഒരു ചിത്രം നമുക്ക് സ്വന്തം വരക്കാൻ വേണ്ടി പറ്റും. നോക്കുക, ഇവിടെ എയർ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒപ്റ്റിക്കലി റേറർ മീഡിയം ആയിരുന്നു. ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ആയിരുന്നു. അപ്പൊ ഒരു ലൈറ്റ് റേ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഡെൻസർ മീഡിയത്തിൽ നിന്ന് റേറർ മീഡിയത്തിലേക്ക് വരുന്ന സമയം, റേറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്ക് വരുന്ന സമയത്ത്, എയറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? ഇറ്റ് ഡീവിയേറ്റ് ടുവാർഡ്സ് ദ നോർമൽ. അപ്പൊ നമ്മൾ ടുവാർഡ്സ് ദ നോർമൽ വരച്ചു. പിന്നെ ഇത് എന്ത് സംഭവിക്കലായി? ഗ്ലാസ്സിൽ നിന്നും പുറത്ത് കടക്കലായി. അപ്പൊ ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ആണ് അല്ലെ. ഡെൻസർ മീഡിയത്തിൽ നിന്നും റേറർ മീഡിയത്തിലേക്ക് വരുന്ന സമയത്ത് അത് എന്ത് ചെയ്യും? ഇറ്റ് ഡീവിയേറ്റ്സ് എവേ ഫ്രം ദ നോർമൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ നോക്കിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ആൻസർ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാം. ഓക്കെ, ഇൻ വിച്ച് മീഡിയം വിൽ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ബി ദ ഹയസ്റ്റ് ബൈ? ഈ തന്നിരിക്കുന്ന മീഡിയം കുറെ മാധ്യമങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. വായു ഉണ്ട്, അതുപോലെ തന്നെ
ജലമുണ്ട്, മണ്ണെണ്ണയുണ്ട്, ഗ്ലാസ് ഉണ്ട്, അങ്ങനെ കുറെ മാധ്യമങ്ങൾ തന്നിട്ടുണ്ട്. അതിന്റെ അപവർത്തനാങ്കവും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ വിച്ച് മീഡിയം വിൽ സ്പീഡ് ഓഫ് ദ ലൈറ്റ് ബി ദ ഹയസ്റ്റ്? ഏത് മാധ്യമത്തിലായിരിക്കും ഇവിടെ സ്പീഡ് കൂടുതൽ എന്നാ ചോദിച്ചത്. അപ്പൊ നമുക്കറിയാം അപവർത്തനാങ്കവും അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും പ്രകാശിക സാന്ദ്രതയും ഒരുപോലെയാണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുന്ന സമയത്ത് അപവർത്തനാങ്കം എന്താവും? കൂടും. പക്ഷേ സ്പീഡ് ഓഫ് ദ ലൈറ്റ് എന്താകും? കുറയും. ഇവിടെ നോക്കാം, അപവർത്തനാങ്കം ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? അപവർത്തനാങ്കം ഏറ്റവും കൂടുതലുള്ളത് നമുക്കറിയാം ഗ്ലാസിനാണ് അല്ലെ. അപവർത്തനാങ്കം ഏറ്റവും കൂടുതൽ ഗ്ലാസിനാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.52 ആണ് ഗ്ലാസിന്. ഇനി അപവർത്തനാങ്കം ഏറ്റവും കുറവുള്ളത് ഏതാണ്? എയറിനാണ് അപവർത്തനാങ്കം ഏറ്റവും കുറവുള്ളത്. അപ്പൊ എയറിന് അപവർത്തനാങ്കം ഏറ്റവും കുറവാണെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും ആർക്ക് തന്നെയായിരിക്കും കുറവ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും ഏറ്റവും കുറവ് ആർക്കായിരിക്കും? എയറിനായിരിക്കും, വായുവിനായിരിക്കും. പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവ് ആർക്കായിരിക്കും? വായുവിനായിരിക്കും. ഓക്കെ, പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവ് വായുവിനാണെങ്കിൽ പ്രകാശിക സാന്ദ്രത കുറയുന്ന സമയത്ത് എന്ത് കൂടുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്? സ്പീഡ് കൂടുന്നു പഠിച്ചിട്ടുണ്ട്. ഇവിടെ സ്പീഡ് ആർക്ക് കൂടുതലായിരിക്കും? വായുവിന് കൂടുതലായിരിക്കും. ഓക്കെ, അപവർത്തനാങ്കവും പ്രകാശിക സാന്ദ്രതയും ഒരുപോലെയാണ്. പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ അപവർത്തനാങ്കവും അതിനെന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇവിടെ ഏറ്റവും കുറവ് അപവർത്തനാങ്കം ഉള്ളത്, ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത് ആർക്കാണ്? എയറിനാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും കുറവായിരിക്കും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയുന്ന സമയത്ത് ആര് കൂടി? നമ്മുടെ സ്പീഡ് കൂടി. അപ്പൊ സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? വായുവിനായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മണ്ണെണ്ണയിൽ നിന്നും ജലത്തിലേക്ക് പ്രകാശം പതിക്കുന്ന ചിത്രം പൂർത്തിയാക്കുക. മണ്ണെണ്ണയിൽ നിന്നും ജലത്തിലേക്ക് പ്രകാശം പതിക്കുന്ന ചിത്രം പൂർത്തിയാക്കുക. അപ്പൊ ആദ്യം നമ്മൾ എന്ത് വരച്ചു? സർഫസ് ഓഫ് സെപ്പറേഷൻ വരച്ചു. ഇതാണ് ഒന്നാമത്തെ മീഡിയം, അതായത് കെറോസിൻ, മണ്ണെണ്ണ. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ മീഡിയം, വാട്ടർ. ഓക്കെ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മണ്ണെണ്ണയിൽ നിന്നും എങ്ങോട്ടേക്കാണ്? ജലത്തിലേക്കാണ് വരുന്നത് അല്ലെ. അപ്പൊ പ്രകാശരശ്മി എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും? കെറോസിനിൽ നിന്നും വാട്ടറിലേക്ക് വരുന്നു, ചെരിഞ്ഞു പ്രവേശിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് വരക്കാം? നോർമൽ വരക്കാം. ഓക്കെ, നോർമൽ വരക്കുന്നു. ഇനി അപവർത്തനം സംഭവിക്കുന്നില്ലെങ്കിൽ ഈ പ്രകാശരശ്മി എങ്ങനെ കടന്നുപോയേനെ? ദാ വ്യതിയാനം ഒന്നുമില്ലാണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് കടന്നുപോയേനെ. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അപവർത്തനം സംഭവിക്കുന്നത്. നോക്ക്, മണ്ണെണ്ണയിൽ നിന്നും വാട്ടറിലേക്കാണ് അപവർത്തനം സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ മണ്ണെണ്ണ അഥവാ കെറോസിൻ എന്ന് പറയുന്നതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നോക്ക് 1.44 ആണ്. വാട്ടറിന്റെ നോക്ക് 1.33. ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ ആർക്കാണ്? അപവർത്തനാങ്കം കൂടുതൽ ആർക്കാണ്? അപവർത്തനാങ്കം കൂടുതലുള്ളത് കെറോസിനാണ് അല്ലെ. മണ്ണെണ്ണയ്ക്കാണ് അപവർത്തനാങ്കം കൂടുതലുള്ളത്. അപവർത്തനാങ്കം കൂടുതലാണെങ്കിൽ അവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്തായിരിക്കും? ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും കൂടുതലായിരിക്കും. അപവർത്തനാങ്കം കൂടുതലാകുമ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ കെറോസിനാണ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. പ്രകാശിക സാന്ദ്രത കൂടുതൽ ആർക്കാണ്? കെറോസിനാണ്. ഓക്കെ, വാട്ടറിന് എന്താണ്? പ്രകാശിക സാന്ദ്രത കുറവാണ്. ഓക്കെ, വാട്ടറിന് പ്രകാശിക സാന്ദ്രത കുറവായിരിക്കും, കെറോസിന് പ്രകാശിക സാന്ദ്രത കൂടുതലായിരിക്കും. അപ്പൊ നോക്ക്, ലൈറ്റ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാ വരിക? പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് വരുന്നത് അല്ലെ. കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക്, ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിൽ നിന്നും ഒപ്റ്റിക്കലി റെയറർ മീഡിയത്തിലേക്കാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എങ്ങോട്ടേക്കായിരിക്കും ഡീവിയേഷൻ ഉണ്ടാവുക? നമ്മൾ ഓൾറെഡി പഠിച്ചു, ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്കാണെങ്കിൽ ഇറ്റ് റിഫ്രാക്ട്, എങ്ങോട്ടേക്കായിരിക്കും റിഫ്രാക്ഷൻ ഉണ്ടാവുക? ഇറ്റ് ഡീവിയേറ്റ്സ് എവേ ഫ്രം ദ നോർമൽ. നോർമലിൽ നിന്നും, ലംബത്തിൽ നിന്നും അകന്നു പോകുന്നു നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പൊ അത് വരക്കാം. ലംബത്തിൽ നിന്നും അകന്നു പോകുന്നു. അടുത്തേക്ക് പോകുന്നതാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരച്ചേനെ, പക്ഷെ ഇത് എന്ത് ചെയ്യും? ലംബത്തിൽ നിന്നും അകന്നു പോകുന്നു. ഓക്കെ, ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് ആയതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യും? ലംബത്തിൽ നിന്നും അകന്നു പോകുന്നു. അപ്പൊ ഇതാണ് അവർ വരക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയണം ഏതാണ് ഡെൻസർ മീഡിയം, ഏതാണ് റെയറർ മീഡിയം. ഈ ഒരു പോയിന്റ് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ അവിടെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. ഇനി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപോലെ തന്നെയാണ്. പക്ഷെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്തായിരിക്കും? അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. When the light undergo refraction, identify and write the angle of incidence and the angle of refraction from the given diagram. ഈ ഒരു ചിത്രത്തിൽ നിന്നും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കണ്ടുപിടിക്കുക. അതായത് പതനകോണും അപവർത്തന കോണും കണ്ടുപിടിക്കുക. ഓക്കെ, ഒരു ചിത്രം മാത്രം കാണിക്കാം.
പതന കോണും അപവർത്തന കോണും കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ് പതന കോൺ എന്ന് പറയുമ്പോൾ ഇതിൽ ഏതാണ് പതന കോൺ? ലംബവും അതുപോലെ തന്നെ പതനരശ്മി. ഇതാണ് നമ്മുടെ ലംബം, ഇതാണ് പതനരശ്മി. ലംബത്തിന്റെയും പതനരശ്മിന്റെയും ഇടയിൽ ഉണ്ടാക്കുന്ന കോണിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പതന കോൺ എന്ന് പറയാ. ഓക്കെ, ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ ആൻഡ് ഇൻസിഡന്റ് റേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയാം. അപ്പൊ ഇവിടെ ഇത് 30 നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഇതാണോ നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡന്റ്? ഇതാണോ നമ്മുടെ പതനകോൺ? അല്ല. നോക്കുക, ഇത് എപ്പോഴും ടോട്ടൽ എന്തായിരിക്കും? 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. റൈറ്റ് ആംഗിൾ അല്ലെ? 90 ഡിഗ്രി ആണ് ആ ടോട്ടൽ എന്നുള്ള കാര്യം നമുക്കറിയാം. അതിൽ ഇത്രയും ഭാഗം എത്രയാണ്? 30 ആണെന്നും നമുക്കറിയാം. ബാക്കി നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 90 മൈനസ് 30 ചെയ്താൽ മതി. 90 മൈനസ് 30 ചെയ്താൽ എത്ര കിട്ടും? 60 ഡിഗ്രി. അപ്പൊ നമ്മുടെ പതന കോൺ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപവർത്തന കോൺ എത്രയാണ് ഇവിടെ? അപവർത്തന കോൺ ഡയറക്ട്ലി ചിത്രത്തിൽ തന്നെ തന്നിട്ടുണ്ട്. ഇതാണ് നോർമലും അതുപോലെ തന്നെ അപവർത്തന രശ്മിയും ഉണ്ടാക്കുന്ന കോൺ. അത് എത്രയാണ്? 40 ഡിഗ്രി. അപ്പൊ അപവർത്തന കോൺ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, പതന കോണും അപവർത്തന കോണും ഇങ്ങനെ വരുമ്പോൾ കൺഫ്യൂഷൻ ആവാൻ വേണ്ടി പാടില്ല. നോർമലിന്റെയും അതുപോലെ തന്നെ ഇൻസിഡന്റ് റേന്റെയും ഇടയിൽ ഉണ്ടാക്കുന്നതാണ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ്. നോർമലിന്റെയും റിഫ്രാക്റ്റഡ് റേന്റെയും ഇടയിൽ ഉണ്ടാക്കുന്നതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് നോക്കുക, റിഫ്രാക്ഷൻ സം പ്രാക്ടിക്കൽ ആക്ടിവിറ്റി, അതായത് അപവർത്തനത്തിന്റെ കുറച്ച് പ്രായോഗിക എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സാമിന് ചോദിക്കാനുള്ള ചാൻസും ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഇതിന്റെ എല്ലാത്തിന്റെ റീസൺ ഒന്നാണ്, ക്വസ്റ്റ്യൻ മാത്രമേ വ്യത്യാസമുള്ളൂ. നോക്കിയേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, പ്ലേസ് എ ഗ്ലാസ് സ്ലാബ് ഓൺ ദ ലെറ്റർ ഇൻ എ ടെക്സ്റ്റ് ബുക്ക്, ദ ലെറ്റേഴ്സ് അപ്പിയേഴ്സ് ടു ബി റേസ്ഡ് വൈ. അതായത് നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്കിന് മുകളിലായിട്ട് ഒരു ഗ്ലാസ് സ്ലാബ് വെക്കുന്ന സമയത്ത് ആ ടെക്സ്റ്റ് ബുക്കിലെ ലെറ്റേഴ്സ് കുറച്ച് മുകളിൽ പൊങ്ങി നിൽക്കുന്നതായിട്ട് കാണപ്പെടുന്നു, എന്തുകൊണ്ട്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ദ ബോട്ടം ഓഫ് എ പോണ്ട് അപ്പിയേഴ്സ് എലവേറ്റഡ് വെൻ വ്യൂഡ് ഫ്രം ഡിസ്റ്റൻസ് ദാൻ ഫ്രം എനി നിയറർ പോയിന്റ്. അതായത് നമ്മൾ ഒരു കുളത്തിന്റെ കുറച്ച് ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് അതിന്റെ ബോട്ടം, അതിന്റെ അടിഭാഗം, അടിത്തട്ട് നമുക്ക് കുറച്ച് മുകളിൽ പൊങ്ങി നിൽക്കുന്നതായിട്ട് കാണപ്പെടുന്നു, എന്തുകൊണ്ട്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, പീപ്പിൾ ഹു എൻഗേജ് ഇൻ ഫിഷിംഗ് എയിം അറ്റ് എ പോയിന്റ് സ്ലൈറ്റ്ലി ബിലോ ദ പെർസീവ്ഡ് പൊസിഷൻ ഓഫ് ദ ഫിഷ്. അതായത് ഈ അമ്പ് ചെയ്ത് മീൻ പിടിക്കുന്നവരെല്ലാം അവർ കറക്റ്റ് മീനിനെ കാണുന്ന പൊസിഷനിലേക്ക് ആയിരിക്കും അമ്പ് ചെയ്യുക, കുറച്ച് താഴ്ന്നിട്ടായിരിക്കും. അതെന്തുകൊണ്ട്? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ ഒക്കെ തന്നെ ഇതിന്റെ ആൻസർ എന്താണെന്നറിയോ? റിഫ്രാക്ഷൻ. ഇതിന്റെ എല്ലാത്തിന്റെയും ആൻസർ എന്താണ്? ഡ്യൂ ടു റിഫ്രാക്ഷൻ. ഓക്കെ, റിഫ്രാക്ഷൻ ആണ് ഇതിന്റെ ഒക്കെ ആൻസർ. ഇനി എങ്ങനെയാന്നുള്ള കാര്യം നോക്കുക. ഓക്കെ, ഇതൊരു റിവർ ആണെങ്കിൽ, ഓക്കെ, ഇവിടെ എന്താണ്? വാട്ടർ ആണ്. ഇവിടെ എന്താണ്? മീഡിയം എയർ ആണല്ലേ? അപ്പൊ ഇവിടെ നിന്ന് ഒരാൾ എന്ത് ചെയ്യുന്നത്? ഇതിനകത്തുള്ള ഫിഷിനെ കാണുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ ഒരു ഫിഷ് ഉണ്ട്. ഓക്കെ, ഈ ഫിഷിനകത്തുള്ള ലൈറ്റ് റേസ് നോക്കുക, നേരെ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. പക്ഷെ ഈ സർഫസിൽ വെച്ച് ഇവിടെ എന്ത് മാറലായി? മാധ്യമം മാറാൻ തുടങ്ങി അല്ലെ? ഇവിടെ വാട്ടർ ആണ്, അവിടെ എയർ ആണ്. അപ്പൊ വാട്ടറിൽ നിന്നും എയറിലേക്ക് പോവുകയായി. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് മാറലായി? ഇവിടെ മാധ്യമം, മീഡിയം ചേഞ്ച് ചെയ്യലായി. മീഡിയം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ സംഭവിക്കും, അപവർത്തനം സംഭവിക്കും. അപ്പൊ നോക്കുക, ഇതിങ്ങനെ നേരെ പോവൂല, പക്ഷെ കുറച്ച് ഡീവിയേഷൻ സംഭവിച്ചിട്ട് ആയിരിക്കും എങ്ങോട്ടേക്ക് എത്തുക? നമ്മളിലേക്ക് എത്തുക. അപ്പൊ നമുക്ക് കാണുന്നത് എന്താണ്? ഈ റിഫ്രാക്റ്റഡ് റേ ആണ്. ഒറിജിനലി വരുന്നതല്ല, ഈ റിഫ്രാക്റ്റഡ് റേ ആണ് എവിടത്തേക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് തോന്നും, നോക്ക്, ഇതിന്റെ ഈ ഫിഷ് നമുക്ക് ഇതാ നേരെ ഇത് എങ്ങനെയായിരിക്കും? ഇതാ ഇവിടെ ഉള്ളതായിട്ട് നമുക്ക് തോന്നിക്കും. നേരെ ഡീവിയേഷൻ സംഭവിക്കാണ്ട് പോലെ എങ്ങനെയായിരിക്കും? ഇവിടെ ഉള്ളതായിട്ട് നമുക്ക് തോന്നിക്കും. ശരിക്കും ഫിഷ് എവിടെയാണ് ഉള്ളത്? കുറച്ച് താഴ്ന്ന പൊസിഷനിലാണല്ലേ? അപ്പൊ ഇതിന്റെ കാരണം എന്താണ്? റിഫ്രാക്റ്റഡ് റേ ആണ് നമുക്ക് കാണുന്നത്. ഓക്കെ, റിഫ്രാക്റ്റഡ് റേ ആണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് അതിന്റെ ആക്ച്വൽ പൊസിഷനിലായിരിക്കൂല നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ കാണുക. ഈ ഫിഷിന്റെ ആക്ച്വൽ പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ആക്ച്വൽ പൊസിഷൻ. ഇതെന്താണ്? അപ്പാരന്റ് പൊസിഷൻ. നമുക്ക് കാണുക ഇവിടെ ആയിട്ടായിരിക്കും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ അപ്പാരന്റ് പൊസിഷൻ. ആക്ച്വൽ പൊസിഷനിലായിരിക്കൂല നമ്മൾ കാണുക. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഡീവിയേഷൻ, ഈ ഡീവിയേഷൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? റിഫ്രാക്ഷൻ കാരണം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, വൈ ഡു സ്റ്റാർസ് അറ്റ് എ ഗ്രേറ്റർ ഡിസ്റ്റൻസ് ട്വിങ്കിൾ? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം എന്തായിരിക്കും? ഇത് എന്തുകൊണ്ടാണ്? ഇതും റിഫ്രാക്ഷൻ തന്നെയാണ്. പക്ഷെ ഈ റിഫ്രാക്ഷൻ നടക്കുന്നത് എവിടെയാണ്? അറ്റ്മോസ്ഫിയറിലാണ്. അപ്പൊ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ കാരണം, അന്തരീക്ഷത്തിലെ അപവർത്തനം കാരണമാണ് ഇങ്ങനെ സംഭവിക്കുക. സ്റ്റാർ ഉണ്ട് എന്ന് വിചാരിക്കുക. ഇവിടെ എന്തുണ്ട്? ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ഉണ്ട് അല്ലെ? അപ്പൊ ഈ സ്റ്റാറിൽ നിന്നും ഒരു ലൈറ്റ് റേ വരുന്നു എന്ന് വിചാരിക്കുക. നേരെ വരുന്നു. ഓക്കെ, ഇവിടെ ഓരോ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സിലും എന്ത് ഡിഫറെന്റ് ആയിരിക്കും?
അവിടെയുള്ള കണ്ടീഷൻ, ഫിസിക്കൽ കണ്ടീഷൻസ് വ്യത്യാസമായിരിക്കും അല്ലെ? ഭൗതിക സാഹചര്യങ്ങളൊക്കെ തന്നെ എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. ഇവിടെയുള്ള ഭൗമ സാഹചര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ, അതുപോലെ തന്നെ പ്രഷർ, അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി, ഇതൊക്കെ എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. ഈ ടെമ്പറേച്ചർ, ഈ ഫിസിക്കൽ കണ്ടീഷൻ ഒക്കെ തന്നെ വ്യത്യാസപ്പെടുന്ന സമയത്ത് അവിടെ എന്തും കൂടെ ചേഞ്ച് ആകും? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ചേഞ്ച് ആകും. ഓക്കെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ഫിസിക്കൽ കണ്ടീഷൻസ് ചേഞ്ച് ആകുന്ന സമയത്ത് എന്ത് മാറുന്നു? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മാറിക്കൊണ്ടിരിക്കുന്നു. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വ്യത്യാസം വന്നാൽ അവിടെ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും റിഫ്രാക്ഷൻ സംഭവിക്കും, അപവർത്തനം സംഭവിക്കും. നിങ്ങൾക്ക് അറിയാം അല്ലെ? അപ്പൊ നോക്കാം, ഈ ഒരു സ്റ്റാറിൽ നിന്നും വരുന്ന ലൈറ്റ് റേക്ക് എന്ത് സംഭവിക്കുന്നു? കുറേ തവണ ഇങ്ങനെ റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് ആ റിഫ്രാക്റ്റഡ് റേ ആയിരിക്കും നോക്കുക ഇവിടെ എർത്തിലുള്ള നമ്മളിലേക്ക് എത്തുക. അപ്പൊ നമുക്ക് കാണുന്ന സമയത്ത് നോക്കുക, ഇതിന്റെ കറക്റ്റ് ഒരു പൊസിഷൻ നോക്കുക, ഇവിടെ ആയിരിക്കും സ്റ്റാർ ഉള്ളതായിട്ട് കാണപ്പെടുക. അതും എപ്പോഴും ഒരേ പൊസിഷനിൽ കാണാൻ വേണ്ടി പറ്റുക? ഇല്ല. കാരണം എന്താ? ഈ ഒരു ക്രമരഹിതമായ അപവർത്തനം സംഭവിക്കുന്നത് കാരണം നമുക്ക് ഒരേ സ്ഥാനത്ത് തന്നെ നക്ഷത്രത്തിനെ കുറെ സമയം കാണാൻ വേണ്ടി പറ്റൂല. അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, അതായത് എന്താ വെച്ചാല് സ്റ്റാർസിൽ നിന്നും വരുന്ന ലൈറ്റ് റേസ് അറ്റ്മോസ്ഫിയറിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവിടെ എന്ത് ചേഞ്ച് ചെയ്യുന്നുണ്ട്? ഈ അറ്റ്മോസ്ഫിയറിലെ ഫിസിക്കൽ കണ്ടീഷൻസ് വ്യത്യാസപ്പെടുന്നുണ്ട്. ഫിസിക്കൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, പ്രഷർ, ഇതൊക്കെ എന്താണ്? വ്യത്യാസമാണ്. ഇതൊക്കെ മാറുന്ന സമയത്ത് അവിടെ എന്ത് മാറും? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ചേഞ്ച് ആകും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാകും? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അപവർത്തനം ഉണ്ടാകുന്നു. അപ്പൊ ഈ ഒരു ലൈറ്റ് റേക്ക് കണ്ടിന്യൂസ്ലി എന്ത് സംഭവിക്കുന്നു? ഇറഗുലർ റിഫ്രാക്ഷൻ ഉണ്ടാകുന്നു, ക്രമരഹിതമായ അപവർത്തനം ഉണ്ടാകുന്നു. അങ്ങനെ ഈ റിഫ്രാക്റ്റഡ് റേ ആണ് ഇവിടെ നിൽക്കുന്ന നമ്മളിലേക്ക് എത്തുക. നമുക്ക് നോക്കുക, കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? സ്റ്റാറിന്റെ പൊസിഷൻ എവിടെയാന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ ഒരേ പൊസിഷനിൽ കുറെ നേരം കാണാൻ വേണ്ടി പറ്റൂല. അതുകൊണ്ടാണ് ഇതിങ്ങനെ മിന്നിത്തിളങ്ങുന്നതായിട്ട് കാരണം. അറ്റ്മോസ്ഫെറിക് റിഫ്രാക്ഷൻ. ഓക്കെ, അറ്റ്മോസ്ഫെറിക് റിഫ്രാക്ഷൻ, അന്തരീക്ഷത്തിലെ അപവർത്തനം. അറ്റ്മോസ്ഫെറിക് റിഫ്രാക്ഷൻ. ഓക്കെ, ഇതേ ആൻസർ തന്നെയാണ് നമുക്ക് സൂര്യനെ കറക്റ്റ് പൊസിഷനിലല്ല കാണാൻ വേണ്ടി പറ്റുന്നത്. എന്തുകൊണ്ടാണ് സണ്ണിനെ ആക്ച്വൽ പൊസിഷനിൽ കാണാൻ വേണ്ടി പറ്റാത്തതെന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ്? ഇതേ ആൻസർ തന്നെയാണ് എഴുതേണ്ടത്. കാരണം അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ, ഈ അറ്റ്മോസ്ഫിയറിൽ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഫിസിക്കൽ കണ്ടീഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മാറുന്നുണ്ട്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മാറുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. അങ്ങനെ ക്രമരഹിതമായ അപവർത്തന വിധേയമായ രശ്മി ആയിരിക്കും ഇവിടെ എത്തുക, നമ്മുടെ അടുത്തേക്ക് എത്തുക. ഇവിടെ ആക്ച്വലി നോക്കുക, ഈ ഒരു സ്റ്റാറിന്റെ ആക്ച്വൽ പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ് ആക്ച്വൽ പൊസിഷൻ. പക്ഷെ നമ്മൾ കാണുന്ന അപ്പാരന്റ് പൊസിഷൻ ഇതാണ്. നമ്മൾ കാണുന്നതാണ് ഇതാണ് നമ്മുടെ അപ്പാരന്റ് പൊസിഷൻ. ഓക്കെ, അടുത്ത് നോക്കുക, ക്രിട്ടിക്കൽ ആംഗിൾ. എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ? പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി പ്രവേശിക്കുന്ന സമയത്ത് അപവർത്തന കോൺ 90 ഡിഗ്രി ആകുന്ന സമയത്തിലെ പതന കോണിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ക്രിട്ടിക്കൽ കോൺ എന്ന് പറയാ അല്ലെ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയാകണം? 90 ഡിഗ്രി ആകണം. ആ സമയത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയാ. ഓക്കെ, അപ്പം എപ്പോഴും ക്രിട്ടിക്കൽ ആംഗിൾ ഉണ്ടാണെങ്കിൽ അത് എങ്ങനെയായിരിക്കണം? ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിൽ നിന്നും റയറർ മീഡിയത്തിലേക്ക് പോകണം. അപ്പോഴാണ് ഈ നോർമലിൽ നിന്നും എവേ ഫ്രം ദ നോർമൽ ഡീവിയേഷൻ നടക്കുക. അങ്ങനെ എവേ ഫ്രം ദ നോർമൽ ഡീവിയേറ്റ് നടന്ന് ഈ ഒരു അപവർത്തന കോൺ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയാകും? 90 ഡിഗ്രി ആകും. ആ ഒരു കേസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനാണ് നമ്മൾ എന്തെന്ന് പറയാ? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയാ. When a ray of light enters from an optically denser medium to rarer medium, enters from optically denser medium to rarer medium, the angle of incidence at which the angle of refraction become 90 degree. അപവർത്തന കോൺ 90 ഡിഗ്രി ആകുന്ന സമയത്തിലെ പതന കോണിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ക്രിട്ടിക്കൽ കോൺ എന്ന് പറയാ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് മീഡിയം എ? മാധ്യമ എ, അതിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കുക, ഓക്കെ, ഇവിടെ നമുക്ക് നോർമൽ വരക്കാം. ഓക്കെ, നോർമൽ വരക്കുന്നു. അപവർത്തനത്തിന് ശേഷം ഈ ഒരു പ്രകാശരശ്മി നോക്കുക, ഈ ഒരു മാധ്യമങ്ങളുടെ ഈ ഒരു വിഭജന തലത്തിന്റെ ഇടയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഇവിടെ എത്രയാണ് ഈ അപവർത്തന കോൺ എന്ന് പറഞ്ഞാല്? അപവർത്തന കോൺ ഇവിടെ 90 ഡിഗ്രി ആണ് അല്ലെ? നമുക്കറിയാം അപവർത്തന കോൺ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുന്ന കേസിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനാണ് നമ്മൾ എന്തെന്ന് പറയാ? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയാ. അപ്പൊ ഇവിടെ എത്രയായിരിക്കും ക്രിട്ടിക്കൽ ആംഗിൾ?
ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കണ്ടുപിടിക്കണം. അപ്പൊ നോക്കുക, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലെ, നോർമലും ഇൻസിഡന്റ് റേന്റെയും ഇടയിൽ ഉണ്ടാകുന്ന ആംഗിൾ. ഓക്കെ, നോർമലിന്റെയും അതുപോലെ തന്നെ പതനരശ്മിന്റെയും ഇടയിൽ ഉണ്ടാക്കുന്ന കോണിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പതന കോൺ എന്ന് പറയാം. ഈ ആംഗിൾ 40 ഡിഗ്രി ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ക്രിട്ടിക്കൽ ആംഗിൾ മീഡിയം എ, അതിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. 50 ഡിഗ്രിയിൽ പോയത് കൊണ്ട് ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്തായി? 90 ഡിഗ്രി ആയി. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുന്ന കേസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുക. അതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഇൻസിഡന്റ് റേ ഇൻ ദ മീഡിയം എ ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനെ കഴിഞ്ഞും കൂടുതലായാൽ എന്ത് സംഭവിക്കും? അതാണ് നമുക്ക് അടുത്ത പഠിക്കാനുള്ളത്. പൂർണ്ണാന്തര പ്രതിപതനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാല് എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാല് നോക്കുക, ഒരു പ്രകാശരശ്മി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. അപ്പം ഇവിടെ പതന കോൺ എന്ന് പറഞ്ഞത് ക്രിട്ടിക്കൽ കോണിനെ കഴിഞ്ഞും കൂടുതലാണെങ്കിൽ, ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനെ കഴിഞ്ഞും കൂടുതലാണെങ്കിൽ അതിന് എന്ത് സംഭവിക്കൂല? അപവർത്തനം സംഭവിക്കൂല. പക്ഷെ അത് എന്ത് ചെയ്യും? സെയിം മാധ്യമത്തിലേക്ക്, അതേ മാധ്യമത്തിലേക്ക് പൂർണ്ണമായിട്ടും റിഫ്ലക്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുക. ഇതാണ് നമ്മുടെ മീഡിയം സെപ്പറേഷൻ എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ലൈറ്റ് റേ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാല് ക്രിട്ടിക്കൽ ആംഗിളിനെ കഴിഞ്ഞും കൂടിയ ഒരു ആംഗിൾ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിൾ ഇതിന്റെ 42 ആണെന്ന് വിചാരിക്കുക. പക്ഷെ ഈ ആംഗിൾ എത്രയാണ്? 50 ആണെന്ന് വിചാരിക്കുക. ക്രിട്ടിക്കൽ ആംഗിളിനെ കഴിഞ്ഞും കൂടുതലാണെങ്കിൽ ഇത് എന്ത് സംഭവിക്കൂല? അപവർത്തനം സംഭവിക്കൂല. പക്ഷെ ഇതാണ് ഒന്നാമത്തെ മീഡിയം, ഇതാണ് രണ്ടാമത്തെ മീഡിയം. അപവർത്തനം സംഭവിക്കൂല. അതേ മാധ്യമത്തിലേക്ക് എന്ത് ചെയ്യും? പൂർണ്ണമായും റിഫ്ലക്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുക. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുക. നമ്മൾ പറഞ്ഞു ഇതിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ 42 ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഒരു ആംഗിൾ 42 ഡിഗ്രി ആയെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ടു എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. അപ്പൊ 42 ഡിഗ്രിയിലാണ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് എങ്കിൽ അവിടെ എന്ത് സംഭവിക്കണേ? നമുക്ക് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവും. അങ്ങനെ പറഞ്ഞാൽ നോക്കുക, ഈ ഒരു സെപ്പറേഷൻ എവിടെയാണോ അതിലേ കൂടി ആയിരിക്കും എന്ത് പോവുക? റിഫ്രാക്റ്റഡ് റേ പോവുക. ഇപ്പൊ ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയാണ്? 90 ഡിഗ്രി ആണ്. ഓക്കെ അല്ലേ? അപ്പം ക്രിട്ടിക്കൽ ആംഗിളും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ക്രിട്ടിക്കൽ ആംഗിൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാല് ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്? ഗ്ലാസിന്റെത് 42 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ വാട്ടറിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്? 48.6 ഡിഗ്രി ആണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ 42 ഡിഗ്രി ആണ്. വാട്ടറിന്റെ ക്രിട്ടിക്കൽ കോൺ എന്ന് പറഞ്ഞാല് 48.6 ഡിഗ്രി ആണ്. ഓക്കെ, ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാല് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ പതന കോൺ ക്രിട്ടിക്കൽ കോണിനെ കഴിഞ്ഞും കൂടുതലായാൽ ആ രശ്മിക്ക് എന്ത് സംഭവിക്കൂല? അപവർത്തനം സംഭവിക്കൂല. പക്ഷെ അതേ മാധ്യമത്തിലേക്ക് പൂർണ്ണമായും പ്രതിപദിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറയുക. ഓക്കെ, when the angle of incidence is greater than that of the critical angle, the ray is reflected back completely to the same medium. അതിനെയാണ് എന്തെന്ന് പറയാ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയാ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് മിറാഷ്, മരീചിക. ഓക്കെ, അതായത് നമുക്ക് ഈ സമ്മർ സീസണിലെല്ലാം റോഡില് വെള്ളം ഇങ്ങനെ കുറെ ദൂരത്ത് നമുക്ക് നോക്കുന്ന സമയത്ത് കുറച്ച് അപ്പുറത്തായിട്ട് എന്ത് കാണാം? വെള്ളം ഇങ്ങനെ നിൽക്കുന്നതായിട്ട് തോന്നാം. ആക്ച്വലി അവിടെ വെള്ളം ഉണ്ടാ? ഇല്ല, നമുക്ക് ജസ്റ്റ് തോന്നുന്നത് മാത്രമാണ്. എന്തുകൊണ്ടാണ്? അതിന് റീസൺ ആണ് ഇവിടെ എന്തെന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസിന് റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. അറ്റ് എ പോയിന്റ് അതിന് എന്ത് സംഭവിക്കുന്നു? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. അപ്പൊ ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിച്ച ലൈറ്റ് റേ ആണ് എങ്ങോട്ടേക്ക് എത്തുക? നമ്മളിലേക്ക് എത്തുക. അപ്പൊ നമുക്കത് കറക്റ്റ് ആയിട്ട് നോക്കുന്ന സമയത്ത് ആ താഴെ ആ റോഡിൽ എന്തുള്ളതായിട്ട് തോന്നും? വെള്ളം ഉള്ളതായിട്ട് തോന്നും. ആക്ച്വലി അവിടെ എന്തില്ല? വെള്ളമില്ല. അതേ ഒബ്ജക്റ്റിന്റെ റിഫ്ലക്ഷൻ ആണ് നമ്മൾ അവിടെ കാണുന്നത്. ഓക്കെ, ആക്ച്വലി അവിടെ വെള്ളമില്ല എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതുപോലെ തന്നെയാണ് അടുത്തത്, ബോട്ടം ഓഫ് ദ അക്വേറിയം ഈസ് സീൻ എബവ് ദ സർഫസ് ഓഫ് ദ വാട്ടർ. അക്വേറിയത്തിന്റെ അടിത്തട്ട് ജലോപരിതലത്തിന് മുകളിലായിട്ട് കാണപ്പെടുന്നു. അതും എന്തുകൊണ്ട് തന്നെയാണ്? ഈ ഒരു വാട്ടറിന്റെ സർഫസിൽ വെച്ചിട്ട് അത് എന്ത് സംഭവിക്കുന്നു? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നു.
ഓക്കെ, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ ഒബ്ജക്റ്റിൽ നിന്നും വരുന്ന ലൈറ്റ് റേസിന് നോക്കുക, ഈ വാട്ടറിന്റെ സർഫസിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. ആ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിച്ച ലൈറ്റ് റേസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുക. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബോട്ടം ഓഫ് ദ അക്വേറിയം അപ്പിയേഴ്സ് ടു ബി എബോവ് ദ സർഫസ് ഓഫ് ദി വാട്ടർ. അക്വേറിയത്തിന്റെ അടിത്തട്ട് ജലോപരിതലത്തിന് മുകളിൽ കാണപ്പെടുന്നതായിട്ട് തോന്നുന്നതിന് കാരണം എന്താണ്? ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. അതേപോലെ തന്നെ മരീചിക, മിറാഷ് ഉള്ളതിനും കാരണം എന്ത് തന്നെയാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണെന്ന് ഓർത്ത് വെക്കുക. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ആപ്ലിക്കേഷൻ ഓഫ് ദ TIR, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ആപ്ലിക്കേഷൻ. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ആണ് റിഫ്ലക്ടർ. നമ്മൾ സൈക്കിളിലെല്ലാം റിഫ്ലക്ടർ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? അവിടെ എന്താണ് പ്രവർത്തിക്കുന്നത്? ആക്ച്വലി ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. നോക്കുക, ഈ റിഫ്ലക്ടേഴ്സിൽ ഒരുപാട് ഇതുപോലെയുള്ള പ്രിസം ഉണ്ട്. ഓക്കെ, ഈ പ്രിസത്തിലേക്ക് എന്ത് ചെയ്യുന്നു? ലൈറ്റ് റേസ്. ഇപ്പൊ നമ്മുടെ റോഡിലുണ്ടല്ലേ റിഫ്ലക്ടേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ നോക്കുക, ഇവിടെ നിന്നൊരു വാഹനം വരുന്ന സമയത്ത് ലൈറ്റ് ഇങ്ങോട്ടേക്ക് അടിക്കുന്നു. ഓക്കെ, ഈ ഒരു പ്രിസത്തിലേക്ക് ഈ ലൈറ്റ് കടന്നു പോകുന്നു. ഇവിടെ വെച്ചിട്ട്, അതായത് ഈ ഒരു സർഫസിൽ വെച്ചിട്ട് ഇതിന് എന്ത് സംഭവിക്കുന്നു? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ്. ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ നമ്മൾ പഠിച്ചു എത്രയാണ്? 42 ഡിഗ്രി ആണ് എന്ന് പഠിച്ചു. അപ്പൊ ഇതെന്താണ്? ക്രിട്ടിക്കൽ ആംഗിളിനെ കഴിഞ്ഞും കൂടുതലാണ്. ക്രിട്ടിക്കൽ ആംഗിളിനെ കഴിഞ്ഞും കൂടുതലാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. അപ്പൊ നോക്കുക, ഈ ഒരു പ്രകാശരശ്മിക്ക് എന്ത് സംഭവിക്കുന്നു? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിച്ചത് അതേ മാധ്യമത്തിലേക്ക്, നോക്ക് ഇവിടെ ഗ്ലാസ് ആയിരുന്നു, ഇതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വന്നു. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ വെച്ചിട്ടും ഇതേ പ്രകാശരശ്മിക്ക് വീണ്ടും എന്ത് സംഭവിക്കുന്നു? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. അങ്ങനെ നോക്കുക, നമ്മൾ ഇവിടെ നിന്നാണ് വാഹനങ്ങൾ വന്നത്, അപ്പൊ ഇവിടെ നിന്നാണ് ലൈറ്റ് ഉണ്ടാവുക അല്ലെ? അതേ സ്ഥലത്തേക്ക് ആ ലൈറ്റ് എന്ത് ചെയ്യുന്നു? റിഫ്ലക്ട് ചെയ്യുന്നു. അതിനാണ് ഈ റിഫ്ലക്ടർ യൂസ് ചെയ്യുക. അപ്പൊ ഈ റിഫ്ലക്ടറിൽ എന്താണ് യൂസ് ചെയ്യുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് യൂസ് ചെയ്യുക. റിഫ്ലക്ടറിൽ ഒരുപാട് പ്രിസം ഉണ്ട്. അപ്പൊ പ്രിസത്തിലേക്ക് നമ്മൾ ഈ ലൈറ്റ് കടത്തി വിടുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. ഓക്കെ, അതേപോലെ രണ്ടാമത്തതാണ് പെരിസ്കോപ്പ്. അപ്പൊ നോക്കുക, ഇതിലെ കൂടിയാണ് നമ്മൾ നോക്കുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെയുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ നോക്കുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേസ് നോക്കുക, നേരെ ഇതിലൂടെ കടന്നു പോകുന്നു. ഇവിടെ എന്തുണ്ട്? പ്രിസം ഉണ്ട്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ആംഗിൾ ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. ഇവിടെ എത്തുന്നു. ഇവിടെ വീണ്ടും ഒരു പ്രിസം ഉണ്ട്. അവിടെയും എന്താണ്? ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആയതുകൊണ്ട് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. അങ്ങനെ ഈ ലൈറ്റ് റേ എവിടേക്ക് എത്തും? നമ്മളിലേക്ക് എത്തും. അപ്പൊ ഈ ഒരു ഒബ്ജക്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്തതാണ് ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബറിൽ നോക്കാം, ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലെ കൂടി നമ്മൾ ലൈറ്റ് റേസ് കടത്തി വിടുന്നു. ഈ ആംഗിൾ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ആംഗിൾ ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. വീണ്ടും ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, വീണ്ടും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അങ്ങനെയാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ സിഗ്നൽസ് പാസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എന്തുണ്ടാകുന്നില്ല? ഇന്റൻസിറ്റി ലോസ് ഉണ്ടാകുന്നില്ല. തീവ്രതയ്ക്ക് ഒരു നഷ്ടവും സംഭവിക്കാണ്ട് തന്നെ നമുക്ക് ഈ സിഗ്നൽസ് പാസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഒപ്റ്റിക്കൽ ഫൈബർ ഇമ്പോർട്ടന്റ് ആണ്. ടെലി കമ്മ്യൂണിക്കേഷനിൽ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നോക്കുക, ലാസ്റ്റ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. വിച്ച് ഓഫ് ദ ഫിഗർ ഇൻഡിക്കേറ്റ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? ഇതിൽ ഏത് ഫിഗർ ആണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കാണിക്കുന്നത്? ഈ ഫിഗർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണോ? അല്ല. ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട് അല്ലെ? ഇത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണോ? അല്ല. ഇതെന്താ ആക്ച്വലി? ഇത് ക്രിട്ടിക്കൽ ആംഗിൾ അല്ലേ? ക്രിട്ടിക്കൽ ആംഗിളിലാണെങ്കിൽ നോക്കുക, സെപ്പറേഷൻ എവിടെയാണോ ആ സെപ്പറേഷനിലെ കൂടി റിഫ്രാക്റ്റഡ് റേ പോകുന്നു. ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആണ്. അപ്പൊ ഇവിടെ എന്താണ് കാണിച്ചിരിക്കുന്നത്? ക്രിട്ടിക്കൽ ആംഗിൾ ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ് കാണിച്ചിരിക്കുന്നത്? ഫിഗർ സിയിൽ കാണിച്ചിരിക്കുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. നോക്കുക, വാട്ടറിൽ നിന്നുമാണ് ലൈറ്റ് റേസ് കടന്നു പോകുന്നത്. പക്ഷെ അത് എയറിലേക്ക് പോകുന്നില്ല, അതേ മീഡിയത്തിലേക്ക്, വാട്ടറിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു? റിഫ്ലക്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയാം. എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇവിടെ നോക്കുക, ഇത് നോക്കിയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും വാട്ടറിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്? അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം അത് എത്രയാണ്? 48.6 ഡിഗ്രി ആണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ ബി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഇൻസിഡന്റ് റേ ഇൻ ദ മീഡിയം ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനെ കഴിഞ്ഞും കൂടുതലാണെങ്കിൽ
ഇവിടെ എന്ത് സംഭവിക്കും? നമുക്കറിയാം ക്രിട്ടിക്കൽ ആംഗിളിനെ കഴിഞ്ഞും കൂടുതൽ ആംഗിൾ കൂടിയൊരു ആംഗിളിലാണ് കടന്നു വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഇതാ ഇതേ മാധ്യമത്തിലേക്ക്, ഇതേ മീഡിയത്തിലേക്ക് എന്ത് ചെയ്യുന്നു? തിരിച്ചു പോകുന്നു. ഓക്കെ, ഇതേ മാധ്യമത്തിലേക്ക് തിരിച്ചു പോകുന്നു. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് പോർഷൻസും. അത്യാവശ്യം നമ്മൾ എല്ലാ പോർഷൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്